അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആർമിയെ കുറിച്ചാണ്. ആർമി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് രോമാഞ്ചം വന്നു. നമ്മുടെ ഡിഫൻസിലുള്ള ആർമി അല്ല. ഈ ബിഗ് ബോസിൽ പോകുന്ന ഓരോ മത്സരാർത്ഥികളുടെ പേര് വെച്ച് കുറെ ആർമിക്കാരങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെന്തുവാ കാട്ടിക്കൂട്ടുന്നത്? സത്യം പറഞ്ഞ ഈ ആർമിക്കാർ തന്നെയാണ് ഈ മത്സരാർത്ഥിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതും ആ ഷോയിലുള്ള സകലമാനം ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നു. ഒരല്പം പോലും വിവരമുള്ള ഒരെണ്ണമെങ്കിലും ഈ ആർമി അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രമാത്രം മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളാണ് ആ ഗ്രൂപ്പിലുള്ളത്. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരും, ബാക്കി ഞാൻ പറയട്ടെ. കാരണം സ്വന്തം ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ പോലും സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാൻ അറിഞ്ഞൂടാത്ത കുറെ എണ്ണം ഇന്ന് ഇവരിരുന്ന് അടക്കം പറയും. ആരുടെങ്കിലും തല പൊട്ടട്ടെ, കാലൊടിയട്ടെ, കൈ ഒടിയട്ടെ, ഇങ്ങനെയൊക്കെ. നാളെ അത് നാട്ടിൽ പാട്ട്. ഇത് എന്തോ സ്വന്തം മത്സരാർത്ഥിയെ പുകഴ്ത്താനും അവർക്ക് കപ്പ് കിട്ടാനും ആണല്ലോ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ പറയുന്നതിൽ അല്പമെങ്കിലും ന്യായമുള്ള കാര്യങ്ങളുണ്ടോ? ഓപ്പോസിറ്റ് ഉള്ള മത്സരാർത്ഥിയുടെ കാലൊടിയട്ടെ. ആർമി ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീ പറയാണ്. സത്യം പറഞ്ഞ സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ നമ്മൾ ആലോചിക്കുന്നത് നന്മയുടെ നിറകുടങ്ങൾ അല്ലേ? അയ്യോ, ഭയങ്കര കളങ്കമില്ലാത്ത മനസ്സ്, പാവങ്ങൾ. അങ്ങ് പെട്ടെന്ന് കരയും. ആർക്കെങ്കിലും മുറിവ് പറ്റിയ ഓടിപ്പോയി സഹായിക്കും. ഇങ്ങനെയൊക്കെ ആളുകൾ വിചാരിച്ചിരിക്കുന്ന സ്ത്രീ, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിലെ ഒരാളുടെ വാക്കാണ് കഴിഞ്ഞ ദിവസം ലീക്കായിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഉള്ള ആ മത്സരാർത്ഥി, അതായത് ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നായിരുന്നുവെങ്കിൽ നന്നായിരുന്നു, അങ്ങനെയെങ്കിലും പോയിന്റ്സ് ഒക്കെ കിട്ടിയേനുമായിരുന്നെന്ന്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥിയുടെ കാലൊടിഞ്ഞാലേ നിങ്ങളുടെ മത്സരാർത്ഥിക്ക് വല്ലതും നേടാൻ പറ്റുമോ? അത്രമാത്രം കഴിവില്ലാത്തതാണോ നിങ്ങളുടെ മത്സരാർത്ഥി? നിങ്ങളുടെ മത്സരാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും പ്രാർത്ഥനാ ശബ്ദങ്ങളൊക്കെ മുഴങ്ങട്ടെ. കപ്പ് കിട്ടണേ, കപ്പ് കിട്ടണേ. അല്ലാതെ ഓപ്പോസിറ്റ് ഉള്ള മത്സരാർത്ഥികളുടെ ആർമി പേജുകളിൽ പോയി അവരെ തെറി പറയുക ഇവരുടെ പേര് വെച്ചിട്ട്. അതിന് പോലും ബുദ്ധിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത്ര പോലും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് ഈ ആർമിക്കാരെന്ന് പറയുന്നത്. ഈ ഒരു സ്ത്രീയുടെ വോയിസ് കേട്ടപ്പോൾ ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റും, കാലൊന്നും ഒടിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇവരുടെ വീട്ടിലുള്ള പുരുഷന്മാർ അവര് ദേഷ്യത്തിന് വല്ലതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പം ഇവരിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ കല്ലുമഴ പെയ്യണേന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ആണോ ഈ ആർമി ഗ്രൂപ്പിലുള്ളത്? നിങ്ങളുടെ ഈ വക വോയിസുകളൊക്കെ ലീക്ക് ആവുമ്പം നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ആണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അതുവഴി ഇങ്ങനെയുള്ള ആളുകളാണല്ലോ ആ മത്സരാർത്ഥിയെ താങ്ങിക്കൊണ്ട് നടക്കുന്നതെന്നും ആളുകൾ ചിന്തിക്കും. അറ്റ്ലീസ്റ്റ് അവനവന്റെ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളുകൾ എന്തിനാണ് ആർമിക്കാരെന്നും പറഞ്ഞ് നടക്കുന്നത്? അവനവന്റെ ഗ്രൂപ്പിൽ സീക്രട്ടായിട്ട് സംസാരിക്കുന്ന കാര്യം നാളെ കവലയിൽ പാട്ടാണ്, അങ്ങാടിപ്പാട്ടാണ്. അവനവന്റെ ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ അറിയില്ല. പറയുന്നത് മുഴുവൻ ഓപ്പോസിറ്റ് മത്സരാർത്ഥികൾക്ക് ഇഞ്ചുറി പറ്റട്ടെ എന്ന്. അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ 100ാമത്തെ ദിവസം നിങ്ങളുടെ മത്സരാർത്ഥി കപ്പും വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചുറ്റും ബാക്കിയുള്ളവരുടെ എല്ലാം തലയിൽ കെട്ട്, കയ്യിൽ കെട്ട്, കഴുത്തേൽ പ്ലാസ്റ്റർ, കാലിൽ 2 പ്ലാസ്റ്റർ, ഇങ്ങനെയായിരിക്കുമല്ലോ. നിങ്ങളുടെ മത്സരാർത്ഥിക്ക് മാത്രം ഒന്നുമില്ല. അതിൽ തന്നെ എന്തൊരു പെശകില്ലേ? സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ലീക്ക് ആവുന്ന വോയിസ് കേൾക്കുമ്പോൾ മറ്റേ ഹുമ്പിടി സ്വാമിയോ, ആ ജഗതിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വരുന്നത്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും കഴിഞ്ഞ സെക്കൻഡ് സീസണിലൊക്കെ ശ്രീ രജിത് കുമാറൊക്കെ ഓപ്പോസിറ്റ് മത്സരാർത്ഥിയുടെ കണ്ണിൽ കാന്താരി മുളകൊക്കെ തേച്ച് കുബുദ്ധിയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ വെച്ച് ചേർന്നിരുന്ന് ചെയ്യുന്നുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ അങ്ങനെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ ബിഗ് ബോസ് ഹൗസിൽ ആർക്കെങ്കിലും ഇഞ്ചുറിയോ അടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവരെല്ലാരും കൂടെ ഭയങ്കര പാർട്ടിയും കൈയടിച്ച് സന്തോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരുത്തന് പണി കിട്ടി, നമ്മുടെ പ്രാർത്ഥന ഏറ്റിരിക്കുന്നു. ഇതൊക്കെയാണോ ശരിക്കും ആർമി എന്നൊക്കെ പറയുന്നത്? അടുത്ത മത്സരാർത്ഥിയുടെ പോസ്റ്റിന്റെ അടിയിൽ പോയി തോന്നിവാസങ്ങൾ എഴുതി വെക്കുക, അതും ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്ന മത്സരാർത്ഥിയുടെ പേര് വെച്ച്. അതാ ഞാൻ ആദ്യം പറഞ്ഞ, ഇത്രയും ബുദ്ധിയില്ലാത്ത കുറെ ആൾക്കാരുണ്ടോ? സത്യം പറഞ്ഞ ഈ ആർമിയുടെ ഒന്നും ആരും ആവശ്യവുമില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥിക്ക് പുറത്തു നടക്കുന്ന എന്തുവാന്നൊന്നും അറിയത്ത് പോലുമില്ല. ഇനി ഇവരെ ഏൽപ്പിച്ചു വിടുന്നതാണോ? നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവരൊന്നും അറിയാത്ത കുറെ സംഭവങ്ങളായിരിക്കും ഇത്. എന്തിന് ഇവരറിയുമോ? ഇവര് കപ്പ് കൊണ്ടുവന്ന അവരുടെ വീട്ടിലെ അലമാരയിലിരിക്കും. ഇവർക്ക് 50 ലക്ഷം കിട്ടിയാൽ അവരുടെ അക്കൗണ്ടിൽ കിടക്കും. നിങ്ങൾ വെറുതെ മറ്റുള്ളവർക്ക് കൊട്ടേഷൻ കൊടുത്ത് നിങ്ങളുടെ സൗണ്ട് ഇപ്പൊ നാട്ടിൽ പാട്ടാ, നിങ്ങൾ ഇനി ചുമ്മാതെ പോയി എന്തെങ്കിലും ഒരു പാട്ട് പാടിയാൽ പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഞങ്ങൾ അപ്പോൾ ആലോചിക്കും, ദൈവമേ. അപ്പൊ ഈ ആർമിക്കാരെ കൊണ്ടൊന്നും വലിയ ചുക്കും ചുണ്ണാമ്പും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല.